السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله أوصيكم بتقوى الله. ഇമാം അബൂ ദാവൂദ്, നസായി, ദാറഖുത്നി തുടങ്ങിയിട്ടുള്ളവരെല്ലാം റിവായത്ത് ചെയ്തിട്ടുള്ള ഇബ്നു അബി ഔഫ റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്നുള്ള റിവായത്തിൽ നമുക്ക് കാണാം, ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. ഫഖാൽ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി ലാ അസ്തതിഉ അൻ അതഅല്ലമൽ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഖുർആൻ പഠിക്കാൻ കഴിയില്ല, ഖുർആൻ എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല. ഫഅല്ലിംനി ശൈഅൻ യുജ്സീനി, ഖുർആനിന് പകരമായി എനിക്ക് മതിയാകുന്ന കാര്യം താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരണം. അതിനു പകരം എനിക്ക് പാരായണം ചെയ്യാൻ, എനിക്ക് ദിക്ർ ചെയ്യാൻ ഒരു കാര്യം താങ്കൾ പഠിപ്പിച്ചു തരണം. ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖൂൽ, നീ പറയണം, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഫഖാല അൽ അഅറാബിയ്യു ഹകദാ. ഇത് കേട്ടപ്പോൾ ആ അഅറാബിയായ മനുഷ്യൻ, പരിഷ്കൃതരല്ലാത്ത ബദുവുകളിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ആളുകളാണ് അഅറാബികൾ. അഅറാബിയായ ആ മനുഷ്യൻ പറഞ്ഞു, ഹകദ, അയാളുടെ കൈകൾ കൊണ്ട്, വഖബല യദൈ, കൈ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട്, ഫഖാൽ ഹാദാ ലില്ലാഹ് ഫമാലി, ഈ പറഞ്ഞ കലിമകളെല്ലാം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനുള്ള ദിക്റുകളാണ്. ഫമാലി, എനിക്ക് വേണ്ടി എന്താണ്? ഖാല തഖൂൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പറയണം, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി വഹ്ദിനി. അല്ലാഹുവേ, എന്റെ പാപങ്ങളെല്ലാം നീ എനിക്ക് പുറത്തു തരണം, എനിക്ക് നീ റഹ്മത്ത് ചെയ്യണം, ആഫിയത്ത് തരണം, എനിക്ക് റിസ്ക് നൽകണം, എനിക്ക് നീ ഹിദായത്ത് നൽകണം, എന്റെ കാര്യങ്ങളിലെല്ലാം എനിക്ക് നീ ഹിദായത്ത് നൽകണം, എനിക്ക് നീ വഴികാട്ടി തരണം. ഖാൽ ഫഅഖദഹ അൽ അഅറാബി വഖബദ കഫൈ. അപ്പോൾ അഅറാബി 5 വാക്കുകൾ, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി വഹ്ദിനി, കൈകൾ കൊണ്ട് ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ 2 കൈകളും ചുരുട്ടിപ്പിടിച്ചു. എന്നിട്ട് നടന്നുപോയി. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞു, അമാ ഹാദാ ഫഖദ് മലഅ യദൈഹി ബിൽ ഖൈർ.
നോക്കൂ നിങ്ങൾ, ഇയാൾ തന്റെ 2 കൈകളും ഖൈറ് കൊണ്ട് നിറച്ചിരിക്കുന്നു. ഒരു കൈയിൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. രണ്ടാമത്തെ കൈയിൽ അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വആഫിനി വർസുഖ്നി വഹ്ദിനി. ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം നടന്നുപോയി. തന്റെ കൈകൾ നിറയെ ഖൈറുമായിട്ടതാ പോകുന്നു. ഈ ഹദീസ് ഉലമാക്കൾ വിവരിക്കുന്നിടത്ത് പറയുന്നത് കാണാം, ഒരാൾക്ക് സൂറത്തുൽ ഫാത്തിഹ പോലും പഠിക്കാൻ കഴിയാത്ത ഘട്ടത്തിൽ നമസ്കാരത്തിൽ അദ്ദേഹം പകരമായി ചൊല്ലേണ്ടത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നാണ്. അതുപോലെ അദ്ദേഹത്തിന് നിസ്കാരത്തിൽ ചോദിക്കാനുള്ള ദുആകളിൽപ്പെട്ടതാണ് തശഹുദിൽ പറയപ്പെട്ടിട്ടുള്ള അല്ലാഹുമ്മ ഗഫിർലി വർസുഖ്നി പറഞ്ഞ വഹ്ദിനി വർഹംനി വഹ്ദിനി വർസുഖ്നി എന്ന് തുടങ്ങുന്ന ഈ ദുആ. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു വന്നാൽ ഫാത്തിഹ സൂറത്ത് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുൻപ് ഒരു നമസ്കാരത്തിന്റെ സമയമായ അയാൾക്ക് നമസ്കരിക്കാൻ ഈ 5 ദിക്റുകൾ പഠിപ്പിച്ചു കൊടുത്താൽ മതി. അതുകൊണ്ട് അയാൾക്ക് നമസ്കരിക്കാൻ ആ നമസ്കാരത്തിൽ അത് മതിയാകും. ഇതതിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്യുന്നത് കാണാം. ഇമാം തിർമിദി, ഹാക്കിം തുടങ്ങിയിട്ടുള്ളവർ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അലൽ അർദി റജുലുൻ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഭൂമുഖത്തൊരാൾ ഈ കലിമകൾ ആര് പറഞ്ഞുവോ ഇല്ലാ കുഫിറത്ത് അൻഹു ദുനൂബുഹു, അവന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടാതിരിക്കില്ല. വലൗ കാനത് അക്സറ മിൻ സബദിൽ ബഹർ, കടലിലുള്ള നുരകൾ പതകൾ അതിനേക്കാൾ അധികമാണെങ്കിലും ശരി അവന്റെ പാപങ്ങളെല്ലാം മായ്ക്കപ്പെടും. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നു, സുഇൽ, അദ്ദേഹം ചോദിക്കപ്പെട്ടു, അനിൽ ബാഖിയാത്തിസ് സ്വാലിഹാത്ത്, നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ, ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്നതിന് ഉലമാക്കൾ വിശദീകരണം നൽകിയിട്ടുള്ളതിൽപ്പെട്ടതാണ് എല്ലാ അമലുകളും നമ്മൾ ചെയ്യുന്ന അക്രമങ്ങൾ, മറ്റുള്ളവരോട് നമ്മൾ കാണിച്ചിരിക്കുന്ന അതിക്രമങ്ങൾക്ക് പകരമായി നൽകപ്പെടാവുന്നതാണ്. എല്ലാ പ്രവർത്തികളും അങ്ങനെ പകരമായി നൽകപ്പെട്ടേക്കും. എന്നാൽ ഖിസാസിന് വിധേയമാകാത്ത, പകരമായി എടുത്തു കൊടുക്കപ്പെടാത്ത കർമ്മങ്ങളാണ് ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. ആ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്ത് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുമ പറഞ്ഞത്, ഫഖാല ഹിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നാണ്. അബൂ മുസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്ന സുദീർഘമായ ഹദീസിൽ കാണാം, ഒരിക്കൽ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു. ഞങ്ങൾ ഉയരം കയറുമ്പോഴെല്ലാം അല്ലാഹു അക്ബർ എന്ന് പറയാറുണ്ടായിരുന്നു. ഉയരങ്ങളിൽ നിന്നിറങ്ങുമ്പോഴെല്ലാം അല്ലാഹുവിന് തസ്ബീഹ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ശബ്ദമുയർത്തിക്കൊണ്ട് വല്ലാത്ത ശബ്ദത്തിലായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, യാ അയ്യുഹന്നാസ് അർബിഉ അലാ അൻഫുസിക്കും, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളോട് ഒരു സൗമ്യത കാണിക്ക്, സമാധാനം കാണിക്ക്. ഫഇന്നകും ലാ തദ്ഊന അസമ്മ വലാ ഗായിബ, കേൾക്കാത്ത കാതുപൊട്ടനായ ഗായിബായ ഒരുത്തനെയല്ല നിങ്ങൾ വിളിക്കുന്നത്, നിങ്ങളുടെ എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന സമീഅൻ ബസീറ, എല്ലാം കേൾക്കുന്ന, എല്ലാം കാണുന്നവനെയാണ് നിങ്ങൾ വിളിക്കുന്നത്. അതുകൊണ്ട് സമാധാനത്തിൽ അടക്കത്തിൽ വിളിച്ചാൽ മതി. സുമ്മ അത അലയ്യ, എന്നിട്ട് അബൂ മൂസ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്നിട്ട് റസൂലുള്ളാഹി എന്റെ അടുക്കലേക്ക് വന്നു. വഅന അഖൂലു ഫീ നഫ്സി, ഞാൻ ഒച്ചണ്ടാക്കല്ല, ഞാൻ എന്റെ നഫ്സിൽ എനിക്ക് കേൾക്കാൻ പാകത്തിൽ മാത്രം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫഖാൽ, അപ്പൊ പറഞ്ഞു, യാ അബ്ദുല്ലാഹി ഇബ്നു ഖൈസ്, അബ്ദുല്ലാഹി ഇബ്നു ഖൈസേ,
ഖുൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് താങ്കൾ പറയുവിൻ. ഫഇന്നഹാ കൻസും മിൻ കുനൂസിൽ ജന്ന, അത് സ്വർഗ്ഗത്തിലെ ഒരു കൻസാണ്, നിധിയാണ്, സ്വർഗ്ഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിധി എന്ന് പറഞ്ഞാൽ സമ്പാദിച്ചുണ്ടാക്കി എടുക്കേണ്ടതല്ല, അത് ഓൾറെഡി സമ്പാദിക്കപ്പെട്ടതാണ് എന്നാണ് ശൈഖുൽ ഇസ്ലാം പറഞ്ഞത്. അവിടെ റെഡിയായിട്ടുള്ളതാണ്, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കേണ്ട, കഷ്ടപ്പാടില്ലാതെ കിട്ടുന്ന ധനത്തിനാണ് കൻസ് എന്ന് പറയുക. അത് കൻസാണ്. ഫഇന്നഹാ കൻസും മിൻ കുനൂസിൽ ജന്ന ഔ ഖാല, മറ്റൊരു റിവായത്തിൽ അലാ അദുല്ലുക അലാ കലിമത്തിൻ ഹിയ കൻസും മിൻ കുനൂസിൽ ജന്ന, ഒരു കലിമ താങ്കൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെ, സ്വർഗ്ഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മറ്റൊരു റിവായത്തിൽ അലാ അദുല്ലുക അലാ കലിമത്തിൻ മിൻ തഹ്തിൽ അർശ് മിൻ കൻസിൽ ജന്ന, അർശിന്റെ കീഴിലുള്ള സ്വർഗ്ഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു കലിമ താങ്കൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഫയഖൂലു അല്ലാഹു അസ്സ വജൽ, അല്ലാഹു അസ്സ വജൽ ഒരടിമ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹു മറുപടി പറയും, അസ്ലമ അബ്ദി വസ്തസ്ലം, അസ്ലമ അബ്ദി വസ്തസ്ലം, എന്റെ അടിമ എനിക്ക് പൂർണ്ണമായി കീഴ്പ്പെട്ടിരിക്കുന്നു. വസ്തസ്ലം, അവന്റെ കാര്യങ്ങളെല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. തൗഹീദും ഇസ്തിആനത്തുമാണത്, തൗഹീദും ഇസ്തിആനത്തുമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വറവൽ ഇമാം അഹ്മദ് വതിർമിദി വഇബ്നു ഹിബ്ബാൻ വഗൈറുഹു, ഇമാം അഹ്മദും തിർമിദിയും ഇബ്നു ഹിബ്ബാനും മറ്റു പലരും റിവായത്ത് ചെയ്യുന്നു അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത ഉസ്രിയ ബിഹി മറ അലാ ഇബ്രാഹിം അലാ നബിയിന വഅലൈഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഇന്റെ സന്ദർഭത്തിൽ ഇബ്രാഹിം നബിയുടെ അരികിലൂടെ കടന്നുപോയി. ഫഖാൽ യാ മുഹമ്മദ് മുർ ഉമ്മതക് അൻ യുക്സിറു മിൻ ഗിറാസിൽ ജന്ന, ഇബ്രാഹിം നബി അന്ന് ഉപദേശിച്ചു കൊടുത്തു, മുഹമ്മദേ താങ്കളുടെ ഉമ്മത്തിനോട് കൽപ്പിക്കണം, സ്വർഗ്ഗത്തിലുള്ള ഗിറാസ്, സ്വർഗ്ഗത്തിലെ ചെടികളാണ്, സ്വർഗ്ഗത്തിലുള്ള ചെടിയാണ്, നിധിയാണ്, അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി. സ്വർഗമെന്ന് പറഞ്ഞാൽ അത് ത്വയ്യിബത്തുൽ അർദ്, ത്വയ്യിബത്തുൽ തിർബ, അതിലെ മണ്ണ് വളരെ നല്ല മണ്ണാണ്, വളക്കൂറുള്ള മണ്ണാണ്, പക്ഷെ അത് ഊഷരമായി കിടക്കുകയാണ്. ഓരോരുത്തരും തന്റെ അമലുകൾക്കനുസരിച്ച് അതിൽ വെച്ചുപിടിപ്പിക്കേണ്ടതുണ്ട്. അതിൽ നട്ടുപിടിപ്പിക്കാവുന്ന ഏറ്റവും നല്ല വിളയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഗർസും മിൻ ഗിറാസിൽ ജന്ന. അതുപോലെ തന്നെ മറ്റൊരു റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന വാക്ക് നിങ്ങൾ വർദ്ധിപ്പിക്കുവിൻ. ഫഇന്നഹാ കൻസും മിൻ കുനൂസിൽ ജന്ന, അത് സ്വർഗ്ഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ്. ഖൈസ് ഇബ്നു സഅദ് ഇബ്നു ഉബാദ അദ്ദേഹം റിവായത്ത് ചെയ്യുന്നത് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ അദുല്ലുക അലാ ബാബിൻ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗ്ഗത്തിലെ വാതിലുകളിൽ ഒരു വാതിലിനെ താങ്കൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെ. ഖുൽതു ബലാ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് അത് വർദ്ധിപ്പിക്കണം. സ്വർഗ്ഗത്തിലെ നിധിയാണത്, സ്വർഗ്ഗത്തിലെ ഒരു ബാബാണത്, സ്വർഗ്ഗത്തിലെ ഖിറാസാണത്. ആ വാക്ക് നിങ്ങൾ, ആ കലിമ നിങ്ങൾ വർദ്ധിപ്പിക്കുവിൻ. അഖൂലു ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن محمدا عبده ورسوله إمام المتقين صلى الله عليه وعلى آله وصحبه الطيبين الطاهرين
وسلم تسليما مزيدا إلى يوم الدين أما بعد فاتقوا الله عباد الله റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ശ്രേഷ്ഠമായ 4 കലിമകളുടെ കൂടെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന കലിമാത്തുൽ അർബ അതിന്റെ കൂടെ ചേർത്തു പറഞ്ഞ കലിമ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത്രയും ഫളലുകൾ പറയപ്പെട്ടിട്ടുള്ള ഈ കലിമ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എന്താണ് ഈ കലിമയുടെ മഅന? എന്താണ് അതിന്റെ ഹഖീഖത്ത്? വാക്കുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ത്രാസിൽ ഖനം തൂങ്ങുന്നത് എത്രയാണോ ഒരടിമ തന്റെ ഹൃദയത്തിൽ അതിന് ഖനം നൽകുന്നത്, തന്റെ നാവിൽ അതിന് ഖനം നൽകുന്നത്, അതിനനുസരിച്ചാണ്. മഅന അറിയാത്ത വെറും വാക്കുകളായി ഉരുവിടുന്നത് കൊണ്ട്, ഹൃദയം തട്ടാതെ ഉരുവിടുന്നത് കൊണ്ട് അതിനൊരു ഫലവും ഉണ്ടാവില്ല. അതുകൊണ്ട് അതിന് ഫലപ്രദമായി ആ കലിമ നമ്മൾ ഉച്ചരിക്കണമെങ്കിൽ എന്താണ് അതിന്റെ മഅന എന്ന് നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. ഉലമാക്കൾ അത് വിശദീകരിച്ചിട്ടുള്ള സുദീർഘമായ വിവരണങ്ങൾ നമുക്ക് കാണാം. ഇരുന്ന് ഓരോ വാക്ക് ലഫ്ളൻ ബിലഫ്ളായി പഠിച്ചു മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന, ഉൾക്കൊള്ളേണ്ടുന്ന കാര്യമാണത്. ചുരുക്കി അക്കാര്യം ഞാൻ പറയാം. ഫഹിയ കലിമത്തു ഇസ്ലാമിൻ വസ്തിസ്ലാം. നേരത്തെ വന്ന ഹദീസിൽ വന്നിട്ടുള്ളത് പോലെ കലിമത്തു ഇസ്ലാം വസ്തിസ്ലാം, ഇസ്ലാമിന്റെയും ഇസ്തിസ്ലാമിന്റെയും കലിമയാണത്. വതഫ്വീളിൻ വതബർറുഇൻ മിനൽ ഹൗലി വൽ ഖുവതി ഇല്ലാ ബില്ലാഹ്, കാര്യങ്ങളെല്ലാം അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുന്ന, തനിക്ക് തന്റെ കാര്യത്തിൽ തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിപൂർണമായി ഏൽപ്പിക്കുന്ന തവക്കുലിന്റെ, തഫ്വീളിന്റെ കലിമയാണത്. ഇഖ്ലാസിന്റെ കലിമയാണ്, തഫ്വീളിന്റെ, തസ്ലീമിന്റെ, ഇസ്തിസ്ലാമിന്റെ കലിമയാണത്. വഅന്നൽ അബ്ദ ലാ യംലികു മിൻ അംരിഹി ശൈആ, ഒരടിമ തന്റെ കാര്യം ഒന്നും തന്നെ ഉടമപ്പെടുത്താൻ അവനെ കൊണ്ട് കഴിയില്ല. വലൈസ ലഹു ഹീലത്തുൻ ഫീ ദഫ്ഇ ശർരിൻ വലാ ഖുവ്വത്തുൻ ഫീ ജൽബി ഖൈരിൻ, തനിക്ക് ബാധിക്കാവുന്ന ഒരു തിന്മ തടുക്കാനോ തനിക്ക് വേണ്ടി ഒരു നന്മ നേടിയെടുക്കാനോ അവന് കഴിയില്ല. ഇല്ലാ ബി ഇറാദത്തില്ലാഹി തആല, അല്ലാഹുവിന്റെ ഇറാദത്തോടു കൂടിയല്ലാതെ. ഫലാ തഹവ്വുല ലിൽ അബ്ദി മിൻ മഅസിയത്തിൻ ഇലാ ത്വാഅ, താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, താൻ അകപ്പെട്ടിരിക്കുന്ന ഒരു തിന്മയിൽ നിന്ന് ത്വാഅത്തിലേക്ക്, നന്മയിലേക്ക് തിരിച്ചു പോകാൻ, അതിലേക്ക് തിരിയാൻ. വലാ മിൻ മർദിൻ ഇലാ സിഹ്ഹ, താൻ അനുഭവിക്കുന്ന രോഗത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് തിരിച്ചു പോകാൻ. വലാ മിൻ വഹ്നിൻ ഇലാ ഖുവ്വ, താൻ അനുഭവിക്കുന്ന ദൗർബല്യത്തിൽ നിന്ന് കരുത്തിലേക്ക് തിരിച്ചു പോകാൻ. വലാ മിൻ നുഖ്സാനിൻ ഇലാ കമാലിൻ വസിയാദ, താൻ അനുഭവിക്കുന്ന കുറ്റങ്ങളും കുറവുകളിൽ നിന്നും പരിപൂർണതയിലേക്ക്, പൂർണതയിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. വലാ ഖുവ്വത അലൽ ഖിയാം ബിശഅനിൻ മിൻ ശുഊനിഹി, തന്റെ ഒരു കാര്യവും അവന് നിർവഹിക്കാൻ കഴിയില്ല. ഔ തഹ്ഖീഖി ഹദഫിൻ മിൻ അഹ്ദാഫിഹി, അല്ലെങ്കിൽ തന്റെ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യം പ്രാപിക്കാൻ കഴിയില്ല. ഔ ഗായത്തിൻ മിൻ ഗായാതിഹി ഇല്ലാ ബില്ലാഹിൽ അളീം, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ, അല്ലാഹനെ കൊണ്ട് മാത്രമല്ലാതെ തനിക്ക് തന്റെ കാര്യങ്ങളിൽ ഒന്നിലേക്കും എത്താൻ കഴിയില്ല. ഫമാ ശാ അല്ലാഹു കാൻ, അല്ലാഹു ഉദ്ദേശിച്ചതും മാത്രമേ നടക്കൂ. വമാ ലം യശഅ ലം യകുൻ, അവൻ ഉദ്ദേശിക്കാത്തത് നടപ്പാവില്ല. ഫഅസിമ്മത്തുൽ ഉമൂർ ബിയദിഹി സുബ്ഹാനഹു, കാര്യങ്ങളുടെ എല്ലാം കടിഞ്ഞാണ് അല്ലാഹുവിന്റെ കയ്യിലാണ്. വഉമൂറുൽ ഖലായിഖ മഅഖൂദത്തുൻ ബിഖദാഇഹി വഖദരിഹി, പടപ്പുകളുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ ഖളാഉം ഖദറും അതുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, അല്ലാഹുവിന്റെ കാര്യമെന്ന് പറഞ്ഞാൽ, ഒരു കാര്യം അല്ലാഹു ഉദ്ദേശിച്ചാൽ അത് കുൻ എന്ന് പറയേണ്ടതേ ഉള്ളൂ, നടപ്പായി കഴിഞ്ഞു. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിൻ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ, അല്ലാഹു വങ്ങാനും ഒരു റഹ്മത്ത് ചെയ്യാൻ, തന്റെ പടപ്പുകൾക്ക് റഹ്മത്തിന്റെ വാതായനങ്ങൾ തുറന്നുകൊടുത്താൽ മറ്റാർക്കും അത് പിടിച്ചു നിർത്താൻ കഴിയില്ല, തടഞ്ഞു വെക്കാൻ കഴിയില്ല. വലാ മുംസിക വമാ യുംസികു വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദിഹി, അല്ലാഹുവങ്ങാനും തടഞ്ഞു വെച്ചാൽ, അല്ലാഹുവങ്ങാനും തടഞ്ഞു വെച്ചാൽ അത് അയച്ചു കൊടുക്കാൻ
അത് തുറന്നുകൊടുക്കാൻ ആർക്കും തന്നെ സാധിക്കില്ല. അള്ളാഹു മാത്രമാണ് നമുക്ക് റഹ്മത്ത് ചെയ്യുന്നവൻ. അവനത് തടഞ്ഞു വച്ചാൽ മറ്റാർക്കും അത് തുറന്നു തരാനും കഴിയില്ല. വമൻ കാന ഹാദാ ശഅനു, ഇതാണ് പടപ്പിന്റെ അവസ്ഥ, മനുഷ്യന്റെ അവസ്ഥ ഇതാണ് എങ്കിൽ ഫഇന്നൽ വാജിബ്, അവന്റെ മേലുള്ള നിർബന്ധം അൽ ഇസ്ലാം ലി ഉലൂഹിയത്തിഹി, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിന്, അള്ളാഹുവിന്റെ ഏകത്വത്തിന് പരിപൂർണമായി കീഴൊതുങ്ങുക, അവനു മാത്രം ഇബാദത്ത് ചെയ്യുക. വലിസ്തിസ്ലാമു ലി അളമത്തിഹി, അള്ളാഹുവിന്റെ മഹത്വത്തിന് കീഴിൽ, അള്ളാഹിന്റെ വലുപ്പത്തിന് കീഴിൽ എല്ലാം അടക്കിക്കൊണ്ട് പരിപൂർണമായി അള്ളാഹുവിന്റെ മുന്നിൽ കീഴ്പ്പെട്ടു കൊടുക്കുക എന്നുള്ളതാണ്. വതഫ്വീദുൽ ഉമൂർ കുല്ലിഹാ ഇലൈഹി, കാര്യങ്ങളെല്ലാം അവനിലേക്ക് മാത്രം ഏൽപ്പിക്കലാണ്. വത്തബർറുഉ മിനൽ ഹൗലി വൽ ഖുവ്വതി ഇല്ലാ ബിഹി, തന്റെ കാര്യത്തിൽ തനിക്ക് എന്തെങ്കിലും ഒന്ന് നടപ്പാക്കാൻ, ഏതെങ്കിലും ഒരു നന്മ നേടിയെടുക്കാൻ, ഏതെങ്കിലും ഒരു ദോഷത്തിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹിനെ കൊണ്ടല്ലാതെ മറ്റ് കഴിയില്ല എന്ന് പരിപൂർണമായി അള്ളാഹുവിലേക്ക് ബറാഅത്ത് നൽകലാണ്. ഫഹിയ കലിമത്തുൻ അളീമ, വളരെ വലിയ ഒരു കലിമയാണിത്. തഅനിൽ ഇഖ്ലാസ ലില്ലാഹി വഹ്ദഹു ബിൽ ഇസ്തിആന, അള്ളാഹുവിനും മാത്രം ഇസ്തിആനത്ത് ചെയ്യുന്നതിൽ, അള്ളാഹിനോട് മാത്രം സഹായം തേടുന്നതിൽ ഇഖ്ലാസ് കാണിക്കുന്ന കലിമയാണിത്. ഇഖ്ലാസോടുകൂടി അള്ളാഹിനോട് മാത്രം ഇസ്തിആനത്ത് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. كما أن كلمة التوحيد لا إله إلا الله تعني الإخلاص لله بالعبادة. لا إله إلا الله إن كلمة التوحيد إخلاص العبادة لله. عبادة الله وإن ماترم إخلاص ചെയ്യുന്നതാണെങ്കിൽ لا حول ولا قوة إلا بالله, ഇസ്തിആന സഹായം തേടുന്നത്, തവക്കുലാക്കുന്നത് അല്ലാഹുവിനോട് മാത്രമാക്കുന്ന ഇഖ്ലാസുൽ ഇസ്തിആന, കലിമത്തു ഇഖ്ലാസുൽ ഇസ്തിആന, അതാണത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വഖദ് ജമഅ അല്ലാഹു ബൈന ഹാദൈനിൽ കലിമത്തൈൻ, ഈ രണ്ട് ഹാദൈനിൽ അംറൈൻ, ഈ രണ്ട് കാര്യങ്ങളും അല്ലാഹു ഒരുമിച്ച് ചേർത്ത് പറഞ്ഞിരിക്കുന്നു. എവിടെ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിൽ. ഫൽ അവ്വൽ തബറഉ മിന ശിർക്ക്, ഇയ്യാക നഅ്ബുദു എന്നത് ശിർക്കിൽ നിന്നുള്ള ബറാഅത്താണ്. അള്ളാഹ്ക്ക് ഒന്നും പങ്കു ചേർക്കില്ല, അവനു മാത്രമേ ഇബാദത്ത് ചെയ്യൂ എന്നതാണെങ്കിൽ. വസ്സാനി തബറഉ മിനൽ ഹൗലി വൽ ഖുവ്വ, തന്റെ കരുത്ത്, തന്റെ കഴിവുകൾ എല്ലാം മാറ്റിവെച്ച് അള്ളാഹിനോട് മാത്രം സഹായം തേടുന്ന, എല്ലാം അള്ളാഹിനെ ഏൽപ്പിക്കുന്ന തഫ്വീദിന്റെ, തവക്കുലിന്റെ കലിമയാണ് രണ്ടാമത്തേത് ഇസ്തിആന, ഇയ്യാക നസ്തഈൻ എന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് ഈ കലിമയെ വിശദീകരിക്കുന്നിടത്ത് പറയുന്ന വളരെ ബൃഹത്തായ ചില കാര്യങ്ങൾ കാണാം. വഖൗലു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് യൂജിബുൽ ഇആന. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന വാക്ക് അല്ലാഹുവോട് സഹായം തേടുന്ന വാക്കാണ്. വലിഹാദാ സന്നഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാലൽ മുഅദ്ദിൻ, അതുകൊണ്ടാണ് മുഅദ്ദിൻ ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുന്നിടത്ത് സുന്നത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയാൻ വേണ്ടി ഫയഖൂലുൽ മുജീബ്, ബാങ്കിന് മറുപടി പറയുന്നവൻ പറയണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഫഇദാ ഖാല ഹയ്യ അലൽ ഫലാഹ് ഖാലൽ മുജീബ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ രണ്ട് സന്ദർഭങ്ങളിലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയാൻ പഠിപ്പിച്ചു. വഖാലൽ മുഅ്മിനു ലി സാഹിബി, കാരണം നിസ്കാരത്തിന് വേണ്ടി വിളിക്കുകയാണ്. ഹയ്യ അലസ് സ്വലാഹ്, നിസ്കാരത്തിന് വേണ്ടി വരുവിൻ. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിന് വേണ്ടി വരുവിൻ എന്ന് വിളിക്കുമ്പോ ഇതാ വരാം എന്നല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അതിനെനിക്ക് വരാൻ, അതിൽ നിന്ന് തടസ്സമാകുന്നതെല്ലാം നീക്കിക്കൊണ്ട് അതിലേക്ക് എനിക്ക് എത്താൻ അല്ലാഹനെ കൊണ്ടല്ലാതെ മറ്റൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. കാര്യങ്ങൾ പരിപൂർണമായി അല്ലാഹനെ ഏൽപ്പിക്കുകയാണ്. ബാങ്കിന് ഉത്തരം കൊടുക്കുന്ന എത്രയോ ആളുകളുണ്ട്, അവർക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് എങ്ങനെ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് നാവിൽ മാത്രമാണ്, ഓട്ടോമാറ്റിക്കലാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതേപോലെ ഹയ്യ അലസ് സ്വലാഹ്, ഇതല്ലാതെ ഹൃദയത്തിൽ തട്ടുന്നില്ല. അതിന്റെ മാന എന്തെന്ന് മനസ്സിലാകുന്നില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് പറയുന്ന ഒരുത്തന് അല്ലാഹ് അതിന് സഹായം നൽകും.
അള്ളാന്റെ സഹായമാണ് അവിടെ ചോദിക്കുന്നത്, തന്റെ ഇബാദത്ത് നിർവഹിക്കാൻ. മാത്രമല്ല അവിടെ ഇഖ്ലാസാണ്. തന്റെ കരുത്തുകൊണ്ട് തന്റെ കഴിവുകൊണ്ട് എത്തിപ്പെടാൻ കഴിയുന്നതല്ല, അള്ളാന്റെ സഹായം കൊണ്ട് മാത്രമാണ് തനിക്കത് നടപ്പായി കിട്ടുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വഖാലൽ മുഅ്മിനു ലിസാഹിബി, സൂറത്തുൽ കഹ്ഫിൽ മുഅ്മിനായ മനുഷ്യൻ തന്റെ കൂട്ടുകാരനോട് പറയുന്ന വാക്ക് കാണാം, വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിന്റെ തോട്ടത്തിലേക്ക് നീ കയറുന്ന സന്ദർഭത്തിൽ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നീ പറഞ്ഞിരുന്നുവെങ്കിൽ, വലിഹാദാ യുഅ്മറു ബിഹാദാ മൻ യഖാഫുൽ ഐൻ അലാ ഷൈഇൻ. അതുകൊണ്ട് ഈ വാക്ക് തന്റെ ഏതെങ്കിലും ഒരു ജീവനില്ലാത്ത ഏതെങ്കിലും ഒരു വസ്തുവിന് കണ്ണേറ് ഭയപ്പെടുന്നുവെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു. മാഷാ അല്ലാഹ് തഖ്ദീറുഹു മാഷാ അല്ലാഹു കാൻ. മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹ് ഉദ്ദേശിച്ചത് മാത്രമേ നടപ്പാകൂ, അല്ലാഹ് ഉദ്ദേശിച്ചത് കൊണ്ട് ഉണ്ടായതാണിത്. ഫലാ യഅ്മൻ, അതുകൊണ്ട് ഇതൊക്കെ നിലനിൽക്കുമെന്നുള്ളതിൽ എനിക്കൊരു നിർഭയത്വവുമില്ല. ഖദറിൽ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. വയഖൂലു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇതെനിക്ക് നിലനിർത്തി തരാൻ, ഇതെനിക്കിതിൽ ഖൈർ നൽകാൻ, എന്റെ ശർറെല്ലാം തടുക്കാൻ അല്ലാഹനെ കൊണ്ടല്ലാതെ മറ്റാർക്കും കഴിയില്ല. ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹനെ കൊണ്ടല്ലാതെ എനിക്കിതിന് കഴിവില്ല. വഫിൽ അസറിൽ വന്നത് കാണാം, മൻ സറഹ അൻ യകൂന അഖ്വൻ നാസ്, ആരാണോ ഏറ്റവും കരുത്തനായ ആളാകാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് കരുത്തുണ്ടാകണം എന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടോ, ഫലിയതവക്കൽ അലല്ലാഹ്, എങ്കിൽ നിങ്ങൾ അല്ലാഹനോട് ഏൽപ്പിക്കുക കാര്യങ്ങൾ. നിങ്ങൾക്ക് കരുത്തു വേണോ, കാര്യങ്ങളെല്ലാം അല്ലാഹനോട് തവക്കുലാക്കുവിൻ. വമൻ സറഹ അൻ യകൂന അഗ്നൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ധന്യനായ ഐശ്വര്യവാനായ ആളാകണോ നിങ്ങൾ, ഫൽയകുൻ ബിമാ ഫി യദില്ലാ ഔസഖു മിൻഹു ബിമാ ഫി യദിഹി, അള്ളാന്റെ കയ്യിലുള്ളതായിരിക്കണം പടപ്പുകളുടെ കയ്യിലുള്ളതിനേക്കാൾ അവൻ ഏറ്റവും ഉറപ്പുള്ളത്. ആരുടേതാണ് ആഗ്രഹിക്കേണ്ടത്? അള്ളാന്റെ അടുക്കെന്ന് പ്രതീക്ഷിച്ചോ, പടപ്പിന്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കണ്ട, എങ്കിൽ അഗ്നന്നാസാകാം. ഇവിടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ഈ വാക്ക് അർത്ഥമറിയാതെ തെറ്റായ സന്ദർഭത്തിൽ പ്രയോഗിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ശൈഖുൽ ഇസ്ലാം ഉണർത്തുന്നത് കാണാം. എവിടെയാണത്? വദാലിക അന്ന ഹാദിഹിൽ കലിമ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഹിയ കലിമത്തു ഇസ്തിആന, ഇസ്തിആനത്തിന്റെ കലിമയാണത്. അല്ലാഹുവോട് സഹായം ചോദിക്കുന്ന തവക്കുലാക്കുന്ന കലിമയാണ്. ലാ കലിമത്തു ഇസ്തിർജാ, ഇസ്തിർജാഇന്റെ കലിമയല്ല. ഇസ്തിർജാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അതാണ് ഇസ്തിർജാ. നമ്മളെല്ലാം അള്ളാന്റെ മുൽക്കില, അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരാ, അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടവരാണ്. അള്ളാഹ് എടുത്തതെല്ലാം തിരിച്ചെടുക്കാൻ അവനെ കൊണ്ട് കഴിയും. പ്രയാസം വരുന്ന ഘട്ടത്തിൽ പറയേണ്ടത് അതാണ്. പക്ഷെ ആളുകൾ മുസീബത്ത് ബാധിച്ചാൽ ധാരാളം അധികം ആളുകളും പറയും ബിമൻസിലത്തിൽ ഇസ്തിർജാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പ്രയാസം വരുമ്പോ ഇസ്തിർജാഇന്റെ വാക്കായിട്ടാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് പറയുന്നത്. വയഖൂലു ജസഅൻ ലാ സബ്റൻ, അത് പ്രയാസത്തിന്റെ ക്ഷമയുടെ വാക്കായിട്ടല്ല, പ്രയാസത്തിൽ നിന്ന് രക്ഷ തേടാനുള്ള സമാധാനം കിട്ടാനുള്ള വാക്കായിട്ട് അവരത് പറയാറുണ്ട്. അവിടെ അല്ല, അത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇസ്തിആനത്തിന്റെ വാക്കാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറയുന്നു, തഅമ്മൽതു അൻഫഅ ദുആ, ഏറ്റവും ഉപകാരമുള്ള ദുആ ഏതെന്ന് ഞാൻ ശരിക്കാലോചിച്ചു. ഫഇദാ ഹുവ സുആലുൽ ഔൻ അലാ മർദാതിഹി, അപ്പോൾ അത് ഞാൻ കണ്ടെത്തിയത്, എനിക്ക് മനസ്സിലായത്, അള്ളാന്റെ തൃപ്തി നേടിയെടുക്കാൻ അള്ളാനോട് സഹായം ചോദിക്കലാണ്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവനായി ജീവിക്കാൻ അള്ളാനോട് സഹായം ചോദിക്കുന്നത് പോലെ അൻഫആയ മറ്റൊരു ദുആയില്ല. സുമ്മ റഅയ്തുഹു ഫിൽ ഫാത്തിഹ, ആ കാര്യം എന്നിട്ട് ഞാൻ ഫാത്തിഹയിൽ കണ്ടെത്തി. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന കലിമയിൽ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന കലിമയിൽ ആ ഇയ്യാക നസ്തഈനാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഫഅക്സിറു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതിനാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ഈ കലിമ വർദ്ധിപ്പിക്കുവിൻ. അത് സ്വർഗ്ഗത്തിലെ കൻസാണ്, സ്വർഗ്ഗത്തിലെ ഒരു ബാബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വെച്ചിരിക്കുന്ന അജ്ർ വളരെ മഹത്തായതാണ്. തവക്കുലിന്റെ ഖളായിലും ഖദറിലുമുള്ള ഈമാനിന്റെ ഇസ്ലാമിന്റെ ഇസ്തിസ്ലാമിന്റെ വാക്കാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുന്ന, അതനുസരിച്ച് അമല് ചെയ്യുന്ന അവന്റെ ഇബാദകളിൽ ഉൾപ്പെട്ട് ജീവിച്ചു മരിച്ചു പോകാൻ നമ്മളെ സഹായിക്കട്ടെ. ഫലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ബാറകല്ലാഹു ലനാ വലക്കും ഫിൽ ഖുർആനിൽ കരീം വനഫഅനാ വഇയ്യാകും ബിമാ ഫീഹി മിനൽ ആയാതി വദ്ദിക്രിൽ ഹകീം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ العالمين. وقوموا إلى صلاتكم يرحمكم الله.